ഹലോ സുഹൃത്തുക്കളെ, രജിതയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോരൊക്കെ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട്. വെള്ളുവനാടൻ പ്രദേശങ്ങളിലുണ്ടല്ലോ കേരളത്തിൽ വളരെയധികം ഒരു വൈബാണ്. നമുക്ക് ഈ വേനൽക്കാലങ്ങളിൽ നല്ലൊരു വൈബാണ് വെള്ളുവനാടൻ പ്രദേശങ്ങളിൽ. നമ്മുടെ പുത്തനാക്കാവിലുണ്ടല്ലോ 3 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം കുറച്ച് വണ്ടിവേഷം, അതുപോലെ തന്നെ ഇതുപോലെ ബാൻഡ്, വാദ്യം, പൂതൻ തെറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു നൈറ്റ് ഒരു 5:30-6 മണി തൊട്ട് ഒരു 10-10:30 വരെ 11 മണി വരെയൊക്കെ പരിപാടികളുണ്ടാവും. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് കാളവേല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, പൂതനും തിറയാണ്, അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഡ്രസ് കോഡും കോമ്പിനേഷനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ പൂതനും തിറയും വരുന്നത്. പിന്നെ അതൊക്കെ കണ്ട് ഒരു 10-10:30 ആകുമ്പോൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. രാവിലെ നീറ്റ് നേരത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ബാക്കിലേക്ക് പോയി. അമ്മമ്മ വന്നേ. ഇപ്പോൾ ഒരുപാട് പേര് പൂരത്തിന് ബിരിയാണിയും ചിക്കനൊക്കെയാണ് വെക്കുന്നത്. പക്ഷെ ഞങ്ങൾ പണ്ടത്തെ രീതിയിലേക്ക് പോവാട്ടോ. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ടൊന്നല്ല, കുറച്ച് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചിക്കനും ചിക്കൻ കറിയും, ചോറ്, പപ്പടം, ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് ഇതുവരെയും തുടർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബിരിയാണി ആക്കിയിട്ട്, പക്ഷെ അതിനൊരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം പഴയ അതിലേക്ക് തന്നെ പോയി ചിക്കൻ കറി വെച്ചു. പിന്നെ ആ ഒരു സമയത്ത് ഒരു 2 മണിയൊക്കെ ആകുമ്പം ഇവിടുത്തെ ആൺകുട്ടികളും അതുപോലെ 5 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ പാടെ കരിവേല കെട്ടിയിട്ട് നമ്മുടെ അമ്മയുടെ മുന്നിൽ പോയിട്ട് ശയനപ്രദക്ഷിണം വയ്ക്കും. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് വന്നതിന് ശേഷമാണ് ഫുഡ് പിന്നെ കഴിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ്. അമ്മൻ്റെ വീഡിയോ എടുക്കണേ, ഡാൻസ് കളിക്കണ വീഡിയോ എടുക്ക്. ചേച്ചി വേണ്ട, വയറൊക്കെ കാട്ടേ. ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടു. ഈ കളിക്കുന്ന ഡാൻസിന്റെ പേരെന്താ? പഴഞ്ഞിമല. അതെ, കൊറേ ഉണ്ടോ? 3 മിനിറ്റ് 3-4 മിനിറ്റ്. എത്ര കുട്ടികളുണ്ട്? പിന്നെ കരിവേല കെട്ടാൻ പോയവരൊക്കെ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവായിട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയി ഇതാപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും വേലൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ മക്കൾ ഐസ്ക്രീം വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പൂരം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ പൂരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വൈബാണ്. അതിൻ്റെ ഒരു മാസം മുന്നേ തന്നെ അതിനുള്ള വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും അതുപോലെ ഒരു കാത്തിരിപ്പും ഒക്കെയാണ്. ആ സമയത്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വീട് ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. தலைக்கும் நேரமில்லை, மூச்சு தள்ள பேசடாவளே, அசலைக்க அசக்கூடே, அசோனியோ அசக்கூடே, ஆசோனா.
ഏട്ടൻ്റെ ചിത്തപ്പനും ചിത്തയും ഇവിടെ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ചോളം അതുപോലെ തന്നെ ഒരു കടലപ്പൊരി മസാല ഉണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയും സവാളയും അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലൊരു എന്താ പറയുക മസാലയാണ്. നല്ല ടേസ്റ്റായിരുന്നു മല്ലിയിലേക്ക് ഇട്ടിട്ട്. പക്ഷെ കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ കാളവേലയ്ക്കിടയിൽ അതുകൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ ഈ പ്രാവശ്യത്തെ പൂരത്തിന് കുറച്ച് കുപ്പിവെള്ളം ഇടാനൊരു ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നടന്നില്ല. രണ്ടാമത്തെ ദിവസമാണ് താലപ്പൊലി ദിവസമാണ് പോയിട്ട്, കാളവേല ദിവസം എല്ലാം കഴിഞ്ഞിട്ട് താലപ്പൊലി ദിവസമാണ് ഞങ്ങൾ വളയിടാനൊക്കെ പോവാറ്. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും പറ്റിയില്ല. മക്കൾ പാർക്കിൽ പോയിട്ട് സമയം വെറുതെ വേസ്റ്റാക്കി. അതുകൊണ്ട് പർച്ചേസിങ് ഒന്നും നടന്നില്ല. കുറച്ച് പൊരിയും മുറുക്കും മാത്രമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു 10:30-11 മണി രാത്രി കേട്ടോ. 10:15 മണിയൊക്കെ സമയമാകുമ്പോഴേക്കും നമ്മുടെ പറമ്പിൽ എല്ലാ കാളകളും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഞങ്ങളതുവരെ 11-11:30 വരെ ഞങ്ങൾ എല്ലാ കാളകളും നിൽക്കുന്നവരെ ഇരുന്നു കേട്ടോ. എല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ കാളവേലയ്ക്ക് ശേഷം പിറ്റേ ദിവസം താലപ്പൊലി ദിവസം പറയെടുപ്പുണ്ട്. അതെല്ലാ ഭാഗത്തു കൂടെ ഇല്ല, ടൗണിലെ കുറച്ച് വീടുകളിൽ മാത്രം പോയിട്ട്, ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയെടുക്കും. ആനയൊക്കെ ആയിട്ട് വരിക, താലമൊക്കെ എടുത്ത് വന്നിട്ട് വെളിച്ചപ്പാട് വന്ന് പറയെടുത്ത് പോവും. അപ്പോൾ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ല ഒരു പൂരം വൈബ് തന്നെയായിരുന്നു. അങ്ങനെ കാളവേലയും താലപ്പൊലിയും എല്ലാം കഴിഞ്ഞു. ടൗണിൽ കൂടെയൊക്കെ പോയി കുട്ടികളെ പാർക്കിലൊക്കെ കാണിച്ചു. അങ്ങനെ ഈ വർഷത്തെല്ലാം കഴിഞ്ഞു. അടുത്ത വർഷത്തിലേക്കായി കാത്തിരിക്കുകയാണ്. നല്ല ഒരു മനസ്സിന് അതുപോലെ തന്നെ ഒരു വീടിനാണെങ്കിലും സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ പോസിറ്റീവ് എനർജിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പുത്തനക്ക ഭഗവതിയുടെ പൂരം ഈ വർഷത്തെ സമാപിച്ചു. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ